പറഞ്ഞ സി പി എമ്മുകാർക്ക് തന്നെ ഇപ്പോൾ സി പി എമ്മിനെ മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. പ്രമുഖരായ സി പി എമ്മുകാർ ബി ജെ പിയിലേക്ക് ഒഴുകുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസമായിരുന്നു ഇടത് നിരീക്ഷകനും ചാനൽ ചർച്ചകളിൽ സി പി എമ്മിന് വേണ്ടി വാദോരാതെ സംസാരിക്കുമായിരുന്ന റെജി ലൂക്കോസ് ബി ജെ പിയിലേക്ക് ചേക്കേറി. തുടർന്ന് ഇപ്പൊ രാജേന്ദ്രൻ അദ്ദേഹവും സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് പോവുകയാണ്. എന്താ ഈ ട്രോളന്മാർ പറയുന്നത് പോലെ ചെങ്കൊടി നരച്ച് കാവിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണോ എത്തുന്നത്? ചുവപ്പ് നിറച്ചാൽ കാവി തന്നെയാണല്ലോ പറയുക. പക്ഷെ അത് ചുവപ്പ് എപ്പോഴും നരച്ച് കാവിയായ ചരിത്രമാണ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിൽ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്താണെന്ന് അറിയോ? മതേതരത്വം എന്ന് പറയും, ബി ജെ പിക്കെതിരെ പറയും, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയും. എന്നിട്ട് ഇതേ വോട്ട് ലാഭത്തിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, ആളുകളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഏറ്റവും മനോഹരമായി വർഗീയത പറയും, ജാതി ഉപയോഗിക്കും. ജമാഅത്തെ ഇസ്ലാം ഇവർക്ക് ഫേവറേറ്റ് ആയി നിൽക്കുമ്പോൾ ഇവർ എസ് ടി പിക്കെതിരെ പറയും. എസ് ടി പി ഇവർക്ക് ഫേവറായിട്ട് നിൽക്കുമ്പോൾ അവർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയും. ജമാഅത്തെ ഇസ്ലാമിയും എസ് ടി പി യും കോൺഗ്രസ് അനുകൂലമാണെങ്കിൽ അവർ ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ടി പിക്ക് എതിരെ പറയും. അങ്ങനെയുണ്ട്. അത് ഇവർക്ക് ആര് ഫേവറായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന് ആര് ഫേവറായിട്ട് നിൽക്കുന്നു, അതാണ് ഇവരുടെ ഇത് എന്ന് പറയുന്നത്. അവർ സി പി എമ്മിനൊപ്പം ചേർന്നാൽ എല്ലാവരും വിശുദ്ധരായി. ഇപ്പം ഒരു വലിയ പീഡന കേസിലെ പ്രതി ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ നേരെ പോയി സി പി എമ്മിൽ ചേർന്നാൽ മതി, സ്പോട്ടിൽ വിശുദ്ധനാക്കപ്പെടും കേരളത്തിൽ. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. കവിയൂർ കേസൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് വെച്ചാൽ ഇപ്പോൾ സി പി എമ്മിന്റെ അടിമകളായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് പോലും സി പി എമ്മിനോട് വളരെ പ്രശ്നങ്ങൾ വരികയാണ്. അതിൽ റെജി ലൂക്കോസ് ഇപ്പോൾ സി പി എം വിട്ടു. റെജി ലൂക്കോസ് സി പി എം വിട്ടു എന്നത് എന്നെ ഏറെ ചിന്തിപ്പിച്ചതും ഞെട്ടിപ്പിക്കുന്നതുമായ കാര്യമായിരുന്നു. കാര്യം അതിന്റെ തലേ ദിവസം ചർച്ചയിൽ വന്നിരുന്ന് സി പി എമ്മിനെയും പിണറായിയെയും പുകഴ്ത്തി, അതിന്റെ തലേ ദിവസം വന്ന് ഇരുന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആളെ വെച്ചിട്ടാണോ ചർച്ച നടത്തുന്നതെന്ന് റെജി ലൂക്കോസ് ചോദിച്ചു. പിറ്റേ ദിവസം റെജി ലൂക്കോസ് നോക്കും ബി ജെ പി. ആ റിക്രൂട്ട്മെന്റില് റെജിയും ഭാഗമായി. എന്താ സംഭവിച്ചു? അതായത് ഞാൻ പറയുന്നത് ഒരു കാര്യം പറഞ്ഞാൽ അതൊന്ന് നമ്മുടെ ബ്രെയിനിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു സമയം കൊടുക്കണ്ടേ? ഒരു 3, 4, 5 ദിവസം മിണ്ടാതിരുന്നിട്ടാണ് പോകുന്നതെങ്കിൽ. അതായത് ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഈ സി പി എം ഭാരവാഹിത്വമുള്ള ആൾക്കാർ വന്നിരുന്ന് ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ രൂക്ഷമായിട്ടായിരുന്നു റെജി ലൂക്കോസിന്റെ ആക്രമണങ്ങൾ, അല്ലേ? ഇപ്പോ എന്ത് പറയാൻ, അങ്ങനെയുള്ള പാർട്ടി ഭാരവാഹിത്വം ഉള്ളവർ പോയാൽ പോലും നമുക്ക് ഈ ഞെട്ടൽ ഉണ്ടാവാത്ത രീതിയിലായിരുന്നു റെജി ലൂക്കോസ് ആക്രമിച്ചുകൊണ്ടിരുന്നത്. വിഷയങ്ങൾ നോക്കിയാൽ മതി. സി പി എം ഏറ്റവും കൂടുതൽ പെട്ടുകിടക്കുന്ന, ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത വിഷയങ്ങളിൽ നേതാക്കന്മാർ ബബ്ബ അടിക്കുമ്പോൾ റെജി ലൂക്കോസ് ഒരു പ്രശ്നവുമില്ലാതെ ന്യായീകരിക്കും. അയാൾക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനാണെന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന റെജി ലൂക്കോസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ ആ സമയത്ത് നോക്കിയത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. അഡ്വക്കേറ്റ് ബി എം ഹസ്കറിനെ സി പി എം താക്കീത് ചെയ്തു. എന്തിനാ താക്കീത് ചെയ്തത്? വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ, ഇവർ വർഗീയതയാണ് പറയുന്നത്, വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞ കാര്യത്തിന്റെ പുറത്ത് അസ്കറിനോട് പറഞ്ഞു ഇനി മിണ്ടരുത്. അതോടുകൂടി അസ്കർ എന്ത് ചെയ്തു? ഇടത് നിരീക്ഷക സ്ഥാനം രാജിവെച്ചു. അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എവിടെന്നാണ് രാജിവെച്ചത്, പ്രതിഷേധം മനസ്സിലായി. പക്ഷെ അത് ഒരു അടിമയ്ക്ക് കിട്ടി. ഇപ്പൊ റെജി ലൂക്കോസിനും മതിയായി. ഇനി ബി ജെ പിയിലേക്ക് പോയ, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പോയ കുറെ ആൾക്കാരുടെ അടുത്ത് പരിശോധിക്കാം. പാലക്കാട് സി പി എമ്മിന്റെ ഒരുപാട് കാലത്തെ പ്രബല നേതാവും ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അതിന്റെ പേരോട് മറന്നുപോയി, അവിടെ സി പി എം കെട്ടിപ്പടുക്കുന്നതിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഫാമിലിയും വർഷങ്ങളായിട്ട് സി പി എം ആണ്, ബി ജെ പിയിലോട്ട് പോയി. ഒരു യുവ നേതാവ്, SFIയുടെ യുവ നേതാവ്, കോട്ടയം ജില്ലയാണോ കൊല്ലം ജില്ലയാണോ എനിക്ക് സംശയമുണ്ട്, ഒരു വനിതാ നേതാവ് നേരെ ഇന്നലെ ബി ജെ പിയിൽ എത്തിയിട്ടുണ്ട്. എസ് രാജേന്ദ്രൻ ഇന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു. കുറെ കാലമായി നമ്മൾ കേൾക്കുന്നു. എസ് രാജേന്ദ്രൻ ആരായിരുന്നു? എസ് രാജേന്ദ്രൻ ദേവികുളം MLA ആയിരുന്നു. MLA എന്നുള്ള നിലയിൽ മാത്രമല്ല, അവിടെ രാജേന്ദ്രന്റെ കയ്യിലായിരുന്നു സി പി എമ്മിന്റെ ഇടുക്കിയിലെ പാർട്ടി. രാജേന്ദ്രൻ മണി കഴിഞ്ഞാൽ രാജേന്ദ്രൻ ആയിരുന്നു അവിടെ കാര്യങ്ങൾ പറയുന്നത്. ആ രാജേന്ദ്രൻ ഇവിടത്തേക്ക് പോകുന്നു, ബി ജെ പിയിലേക്ക്. അങ്ങനെ സി പി എമ്മിൽ നിന്ന് സകലമാന ആളുകളും ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള. അപ്പൊ വേറൊരു കാര്യമുണ്ട്, ബി ജെ പി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പുകൾ തീർത്താണ് ബി ജെ പിയിലേക്ക് പോകുന്നത്. അത് എന്തുകൊണ്ടാന്നുള്ളത് അവര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. അല്ല, ചിലപ്പോ ഇനിയിപ്പോ വന്ന് ഈ പാർട്ടി ഓഫീസിന്റെ മുന്നിലത്തെ ബോർഡ് എടുത്ത് മാറ്റിയാൽ മതിയാവുമോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റിയിട്ട് ബി ജെ പി എന്നങ്ങ് വെച്ചാൽ മതിയായിരിക്കും. പക്ഷെ ഞാൻ ഏറ്റവും രസകരം എനിക്ക് തോന്നുന്നത്, പണ്ടൊക്കെ പറയുക കോൺഗ്രസിൽ നിന്നാണ് ആളുകൾ കൂടുതൽ ബി ജെ പിയിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു പറയാം.
കോൺഗ്രസ് ഇപ്പൊ 2 തവണ 2 ടേമായിട്ട് കോൺഗ്രസിന് കേരളത്തിൽ ഭരണമില്ല. പക്ഷെ 2 ടേമായിട്ടും എത്ര കോൺഗ്രസ്സുകാർ BJP പോയി എന്നുള്ള ചോദ്യമാണ്. നിഷ്പക്ഷമായ വോട്ടെടുത്തിട്ട് അല്ല പറയേണ്ടത്, കോൺഗ്രസ് പ്രവർത്തകർ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ 2 ഭരണം കൊണ്ട് CPM പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഏത് BJPയുടെ ഇപ്പോഴത്തെ പ്രവർത്തകന്മാരെ എടുത്ത് നോക്കിയാലും പഴയ CPM ആണ്, പഴയ CPM ആണ്, പഴയ SFI-കാരനാണ് എന്ന് പറയും. ഞാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് എന്നെ കാര്യം പറയാം. അതായത് BJPക്ക് അനുകൂലമായി ഞാൻ പൂർണ്ണമായും ഒരു BJPയെ പിന്താങ്ങുന്ന ആളൊന്നുമല്ല. അതായത് BJPയുടെ എനിക്ക് എതിരായ അഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷെ BJPയെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ പറയാറുണ്ട്, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് പറയണ്ട നല്ല കാര്യങ്ങൾ കോൺഗ്രസിനെയും BJPയെയും പറ്റി ഞാൻ പറയാറുണ്ട്. അതെങ്ങനെ, അത് ഞാൻ ആരായിരുന്നു പണ്ട്? കടുത്ത CPM-കാരനും കടുത്ത SFI-കാരനും മുറിയുന്ന CPM-കാരനും മാത്രമല്ല എന്നെ വെട്ടി പിന്നെ മറ്റുള്ള പാർട്ടിക്കാർ കൊന്നാൽ എനിക്ക് രക്തസാക്ഷി സ്തൂപം ഉണ്ടാക്കി അതിൽ ആനന്ദം കൊള്ളണമെന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു സീരിയസ്ലി. പിന്നീടാണ് കുറച്ചും കൂടെ തലച്ചോറ് വളർന്നപ്പോഴാണ് മനസ്സിലായത് ഇതിനേക്കാൾ വലിയ തലച്ചോറ് വളർത്തില്ല അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ. അതാണ് സീരിയസ്ലി. പക്ഷെ നമുക്ക് സ്വന്തമായി ചിന്തിക്കാൻ ശേഷിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഇവരെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മാറാടിൽ പോയി പിന്നെ വെല്ലുവിളിച്ച് വന്നു ഞാൻ എന്ന് പിണറായി ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വസിച്ചുള്ള ആൾക്കാരാണ്. അപ്പൊ അതുപോലെ നമ്മളൊക്കെ വിശ്വസിക്കും. പഴയ പത്രവാർത്തകൾ ഇപ്പൊ പലരും അത് പുറത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്, അവിടുത്തെ പ്രതിഷേധം കാരണം മടങ്ങി പോവാണ് ചെയ്തത്. അവിടെ പോയി കാറ് പോലും മാറി കയറിയ പോലെ പേടിച്ചോടുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും. പക്ഷെ അത് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ദേശാഭിമാനി മാത്രം വായിക്കുന്ന സഖാക്കളാണ്. മാതൃഭൂമി മനോരമയൊക്കെ വിരുദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് ദേശാഭിമാനി മാത്രം വായിക്കുന്നതുകൊണ്ട് ഇവരെ ചെവിയിൽ ഇതെത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവർ പറഞ്ഞാൽ പാർട്ടി ക്ലാസ്സുകളിൽ പറയുമ്പോൾ ഇതങ്ങ് വിശ്വസിക്കും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് റെജി ലൂക്കോസ് പറഞ്ഞ ചില നിർണായകമായ കാര്യങ്ങളുണ്ട്. ഇയാൾ പോകുമ്പോൾ റെജി ലൂക്കോസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. റെജി ലൂക്കോസ് പറഞ്ഞ ചില കാര്യം. ഡോക്ടർ P. സരിൻ സീറ്റ് കിട്ടാത്തത് കൊണ്ട് കോൺഗ്രസിൽ നിന്ന് CPM-ലെത്തി. വരും മുന്നേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയന്റെയും കുടുംബത്തെയും തലമുറകളെയും വരെ ആക്രമിച്ചിരുന്ന ആൾ വന്ന ഉടനെ പാലക്കാട് സീറ്റ് കൊടുത്തു. ഇപ്പോൾ മാസം 80,000 രൂപ പ്ലസ് അലവൻസ് ഉള്ള ജോലിയുണ്ട്. PS. പ്രശാന്ത് നിയമസഭാ സീറ്റ് തോറ്റപ്പോൾ കോൺഗ്രസിൽ നിന്ന് CPM-ലെത്തി. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. പെൻഷനും കിട്ടും. ഇനിയിപ്പോൾ ഒരു പ്രശ്നമില്ല. ഷാഹിദ കമാൽ കോൺഗ്രസിൽ നിന്ന് CPM-ലെത്തി. 5 വർഷത്തോളം വനിതാ കമ്മീഷൻ അംഗമായിരുന്നു. മനസ്സിലാക്കണം. പെൻഷൻ അടക്കം എല്ലാവിധ ആനുകൂല്യങ്ങളും ഉണ്ട്. സേഫായി. ലതിക സുഭാഷ് കോൺഗ്രസിൽ നിന്ന് CPM മുന്നണിയിലെത്തി. ബോർഡ് അധ്യക്ഷ ആയി. എല്ലാവിധ ആനുകൂല്യങ്ങളും അവസാനത്തിൽ ലഭിക്കുന്നുണ്ട്. സ്റ്റേറ്റ് കാർ, മറ്റു കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. അനിൽകുമാർ കോൺഗ്രസിൽ നിന്ന് CPM-ലെത്തി. അതായത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ കോഴിക്കോട്ടെ നേതാവായിട്ടുള്ള അനിൽകുമാർ CPM-ലെത്തി. ഞാൻ ആലോചിക്കുന്നത് KPCC-യുടെ ഒരു മുതിർന്ന നേതാവായിട്ടുള്ള അനിൽകുമാർ CPM-ലേക്ക് പോയിട്ട് CPM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിന് സാമ്പത്തികമായി നേട്ടമുണ്ടായി. ഇപ്പോഴും ബോർഡിലും മറ്റു കാര്യത്തിലും ഉണ്ട്. KV തോമസ് കോൺഗ്രസിൽ നിന്ന് CPM-ലെത്തി. കേരള സർക്കാരിന്റെ ഡൽഹി പാലം പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. അതായത് കേന്ദ്ര സർക്കാരുമായിട്ടൊരു ഒരു നയപരമായ നീക്കം നടത്താൻ വേണ്ടിയിട്ട് അവിടെ MP-മാർക്ക് CPM-ന്റെ MP-മാർക്ക് പണിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകമായി KV തോമസ് അവിടെ നിയമിച്ചു. പ്രത്യേക കേരള ഹൗസിൽ ഇത് കൊടുത്തു, പിന്നെ സ്റ്റേറ്റ് കാർ കൊടുത്തു, അലവൻസ് കൊടുത്തു. അയാൾ പക്ഷെ പുള്ളി പറഞ്ഞു എനിക്ക് ശമ്പളം വേണ്ട, ഞാൻ ശമ്പളം വാങ്ങിക്കില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷെ പുള്ളി പറഞ്ഞു എനിക്ക് ശമ്പളം വേണ്ട, പക്ഷെ എന്ത് ചെയ്യണം, എന്റെ യാത്രാ ചെലവ്, അത് ഇത് ഭക്ഷണത്തിന്റെ ചെലവ് എല്ലാം കൂടി കൂട്ടി ഞാനൊരു പൈസ അങ്ങ് തരും, അത് എനിക്ക് തരണം. അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ അത് കൃത്യമായി അദ്ദേഹം വാങ്ങാനുള്ള പണി അദ്ദേഹം എടുക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അത് അവിടെ ചെയ്യുന്നത് എന്ന് ഈ കേന്ദ്ര സർക്കാരിന്റെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് ഇങ്ങനെയുള്ള പല ആൾക്കാരും പെട്ടെന്ന് പാർട്ടിമാർ CPM എത്തുമ്പോൾ CPM കൊടുക്കുന്ന പരിഗണനയുണ്ട്. അവരുടെ പാർട്ടിയിൽ പെട്ടെന്ന് അങ്ങ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കൊണ്ടുപോകും. ഇപ്പൊ സന്ദീപ് വാര്യർ വന്നപ്പോൾ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആക്കി. BJP നേരെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കൊണ്ടുപോകും. പക്ഷെ CPM അങ്ങനെയും ചെയ്യില്ല. CPM അവരുടെ ഏറ്റവും താഴെ തട്ടിൽ അവരുടെ ഒരു കേഡർ ലെവലുണ്ട്, അതിലേക്ക് കൊണ്ടുപോകും. അതൊരു മറയാണ്. പക്ഷെ ഇവർക്ക് കൊടുക്കേണ്ട എല്ലാ സാധനവും കൊടുക്കും. സാമ്പത്തികമായിട്ട് സേഫാണ്. അവരെ കണ്ടാ സല്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, അവർ നേതാക്കന്മാരുടെ വലിയ ബന്ധങ്ങൾ ഉണ്ടാവുന്ന രീതിയിലേക്ക്, അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ MLA സ്ഥാനാർത്ഥിയെ മത്സരിക്കാവുന്ന രീതിയിലേക്ക്. അവർ എന്തിനാണ് പാർട്ടി സ്ഥാനം? ചോദ്യം ഇതാണ്. ഇപ്പം മലപ്പുറത്തെ പ്രമുഖ നേതാവായിട്ടുള്ള KT ജലീൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പിണറായിയോട് പിന്നെ പ്രതിബദ്ധതയില്ല, എനിക്ക് പാർട്ടിയോട് പ്രതിബദ്ധതയില്ല, പിന്നെ എന്നെ വോട്ട് ചെയ്ത ജനങ്ങളോട് പ്രതിബദ്ധതയില്ല, എനിക്ക് ആകെ പ്രതിബദ്ധത അള്ളാഹുവിനോട് മാത്രമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ സ്വർഗമാണ് ഇനി ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത്രയും കാലം ഇയാളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ എന്തായി? ഇതാണ് സംഭവം. PV അൻവർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, പല ആളുകളെയും ഇവർ CPM കൊണ്ടുവരുന്നത് എന്തുകൊണ്ടായിരുന്നു? ഇവർക്കൊക്കെ പൈസ ഉണ്ട്. ഇപ്പൊ അബ്ദുറഹ്മാൻ താനൂര്, ഇവരൊക്കെ പാർട്ടിയിലൊന്നുമല്ല, പക്ഷെ ഇവരൊക്കെ അധികാര സ്ഥാനത്ത് നിർണായകമായ തീരുമാനം എടുക്കുന്നുണ്ട്.
പക്ഷെ ഈ പാർട്ടിക്ക് വേണ്ടി ആട്ടും തുപ്പും കൊണ്ട് നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി എന്താ ചെയ്യുന്നവര്? കൊല്ലത്ത് മുകേഷിനെ ഇറക്കിയല്ലോ മത്സരിക്കാൻ വേണ്ടിയിട്ട്. മുകേഷ് നാടകാചാര്യനാണ്, സെലിബ്രിറ്റിയുടെ ഇറക്കുന്നതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ വീണ്ടും വീണ്ടും സീറ്റ് കൊടുക്കുകയും ഈ ലോക്സഭാ ഇലക്ഷനിലും ഈ പറയുന്ന മുകേഷിനെ ഇറക്കി. ഈ ബലാത്സംഗ കേസിൽ നിൽക്കുന്നതുകൊണ്ട് മുകേഷിനെ ഒരു സസ്പെൻഷൻ പോലും ചെയ്യാത്ത പാർട്ടിയാണ് CPM. ഞങ്ങളുടെ പരിപാടി ഇതൊന്നും മാറ്റി നിർത്തിയേക്കാം എന്ന് പോലും ചിന്തിക്കുന്നില്ല. എന്താ പരിഗണന ഇങ്ങനെ കൊടുക്കുന്നത്? കൊല്ലത്തൊക്കെ എത്ര നല്ല സഖാക്കളുണ്ട്. ഒരു തവണ കൊടുത്തു, ഓക്കെ. 2 തവണ കൊടുത്തു, ഓക്കെ. വീണ്ടും ആ ലോക്സഭാ സീറ്റിൽ കൂടി ഈ മുകേഷിന് കൊടുക്കുക എന്ന് പറയുന്ന സാധനം ആലോചിച്ചൂടെ? അപ്പൊ അത് ചെയ്യുന്ന ആൾക്കാരാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ CPM കംപ്ലീറ്റ്ലി റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മാറിക്കഴിഞ്ഞു. അത് നിങ്ങൾ പറയുന്ന പോലെ പിണറായി വിജയന്റെ ഒരു പാലം വർക്ക് മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആളുകൾക്ക് മടുത്തു, CPMന്റെ അണികൾക്ക് മടുത്തു. ഇത് പോകുന്നത് വലിയ പ്രശ്നത്തിലാണെന്ന് മനസ്സിലായി. ഒരു നാണവും ഇല്ലാതെ പോയി കുത്തിറിഞ്ഞ് ഞാൻ ഇത്രയും കാലം ന്യായീകരിച്ചു. ഈ ഇന്നലെ ചാടി വന്നവനൊക്കെ സ്ഥാനം കിട്ടി. മടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർക്ക് ചെറുതായി ബുദ്ധി ഉദിച്ചു എന്നാണ്. അതും പറയാം. പക്ഷെ എനിക്ക് എന്ത് കിട്ടി എന്നാണ് റെജി ലൂക്കോസ് ചോദിക്കുന്നത്. ഇപ്പം അദ്ദേഹത്തിന് ഇപ്പം സ്ഥാനങ്ങൾ കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ആളോ അങ്ങനെ ആയിരിക്കില്ല. ഇത്രയും തെറികേട്ടൊരു മനുഷ്യൻ, ഇത്രയും നേതാക്കന്മാർക്ക് പോലും ഒരു കാര്യവും പിന്നെ പ്രതികരിക്കാൻ പറ്റാത്ത സമയത്ത് പ്രതികരിച്ചൊരു മനുഷ്യൻ. അല്ല, ഈ ന്യായീകരിക്കുമ്പോ തന്നെ ഉള്ളിൽ അറിയാം ഈ ന്യായീകരിക്കുന്നതിൽ തെറ്റുണ്ട് എന്നുള്ളത്. നിരന്തരം ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോ തോന്നുന്നു മനസാക്ഷി കുത്തെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് അവിടെ വർക്ക് ചെയ്തത്. അതാണ് കറക്റ്റാണ്. അപ്പൊ ആ സാധനം വർക്ക് ചെയ്യുമ്പോൾ അത് ചിന്തിച്ചു, ഇവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കും, ഞാൻ എന്തിനാണ് ഇതിൽ നിൽക്കുന്നത്?